ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലം ബീച്ചിലേക്ക് പോകുന്നു. കുറച്ച് നാളായി കൊല്ലത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ കൊല്ലം ബീച്ചിലെ കാഴ്ചകളും മറ്റും നമുക്ക് കാണാം. ഷെഫ് നൗഷാദിൻ്റെ ഹോട്ടൽ അദ്ദേഹത്തിൻ്റെ മകള് നടത്തുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അടച്ചിട്ടിരിക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, സിലിണ്ടർ. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ കൊല്ലം ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിന് മാറ്റമൊന്നുമില്ല, പഴയതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ വന്നാൽ നല്ലതായിരിക്കും. കാര്യം നമ്മൾ കൊല്ലക്കാർക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീച്ചാണ്. അപ്പോൾ ഒത്തിരി നല്ല അപ്ഡേറ്റ്സ് വന്നിരുന്നെങ്കിൽ, അതുപോലെ ഈ സൈഡിലൊക്കെ നമുക്ക് ഒത്തിരി ഷോപ്പുകൾ കൊടുത്തിരുന്നെങ്കിൽ, ഈ രണ്ട് സൈഡിലൊക്കെ നല്ല നല്ല ഷോപ്പുകൾ പണിഞ്ഞ് അത് റെന്റിന് കൊടുത്താൽ ഈ പറഞ്ഞ കണക്ക് നല്ലൊരു അപ്ഡേറ്റ് ആയിരിക്കും. ഈ കൊല്ലം ബീച്ച് കാണാൻ എവിടെ നിന്നൊക്കെ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വരെ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ആ ഒരു നിലവിലത്തെ അവസ്ഥ പഴയതുപോലെയൊക്കെ തന്നെയാണ്. പാർക്കിങ്ങിൻ്റെ കാര്യമായാലും വളരെ ശോകമാണ്. മുമ്പ് ഫീസ് ഉണ്ടായിരുന്നു, പാർക്കിംഗ് ഫീസ്. ഇപ്പോൾ ഇല്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബീച്ചാണ് കൊല്ലംകാർക്കുള്ളത്. അപ്പോൾ ഇതൊന്ന് തട്ടിക്കുടഞ്ഞൊക്കെ എടുത്താൽ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മുമ്പ് ഗാന്ധി പാർക്കായിരുന്നു, അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല, എല്ലാം അടച്ചു പൂട്ടിപ്പോയി. ഗാന്ധിജിയുടെ പ്രതിമ മാത്രമേ ഉള്ളൂ ഇപ്പം. ഗാന്ധി പാർക്കായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു, ഈ കാണുന്ന പാർക്ക് ചെയ്ത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ അധികം ഇവിടെ സ്പെൻഡ് ചെയ്യാറില്ല, കാര്യം മടുത്ത്. ഈ പ്രതിമയ്ക്കൊരു മാറ്റമില്ല. പ്രതിമ അന്നും ഇന്നും ഒരുപോലെ ഇരിക്കുക. പ്രതിമയുടെ മുകളിലൊരു കാക്ക ഇരിപ്പുണ്ട്. ഇപ്പം ഇന്നലത്തെ നമ്മുടെ വീഡിയോ കാപ്പിൽ ബീച്ചായിരുന്നു. അപ്പോൾ കാപ്പിൽ ബീച്ചും കൊല്ലവും ബീച്ചുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കൊല്ലം ബീച്ച് വളരെ വിശാലമായിട്ടുള്ളൊരു ബീച്ചാണ്. അത്യാവശ്യം ആൾക്കാരുമുണ്ട്. കാര്യം കൊല്ലക്കാർക്ക് വേറെ ആക്ടിവിറ്റീസായിട്ട് ഈ ഒരു സംഭവമേ ഉള്ളൂ. ഒന്ന് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുത്തിരുന്നെങ്കിൽ നല്ലൊരു വിസിറ്റ് പ്ലേസ് ആണ്. ആ പരുന്ത് പട്ടത്തിൻ്റെ വള്ളിയിൽ കുരുങ്ങി. പട്ടിക്ക് പരുന്തിനെ പിടിച്ചോളാൻ വയ്യ. പട്ടിക്ക് ആ പരുന്തിനെ വേണം. ഇദ്ദേഹം ആ പരുന്തിനെ രക്ഷിച്ചു. സുഹൃത്തുക്കളെ, നീ ആള് കൊള്ളാലോടാ. ഒരു പരുന്ത് വീണപ്പം ബാക്കിയുള്ള പരുന്തുകൾ കണ്ട പറന്നെത്തിയത്.
എത്രയാണ്? അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചായിരുന്നു. 50 രൂപയാണ് ഈ ഒരു സാധനത്തിന്. പിന്നെ സുഹൃത്തുക്കളെ, ഈ കാണുന്ന പട്ടം 50 രൂപയാണ്. 50 രൂപ. ഒത്തിരി പട്ടങ്ങൾ ആകാശത്തിൽ. പിള്ളേർക്ക് ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതാണ്, പട്ടം പറത്തുക. സമയം പോണ അറിയത്തില്ല ഈ പട്ടം പറത്തുക എന്നുള്ള പരിപാടി. കുഴപ്പമില്ല, 50 രൂപ. അപ്പോൾ സുഹൃത്തുക്കളെ, നേരത്തെ ഞാനൊരു ഗാന്ധി പാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് ആ ഗാന്ധി പാർക്ക്. ഇത് അന്ന് 10 വർഷം മുന്നേ, 10 വർഷമാവും, ആ സമയത്തൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നുള്ളൊരു പാർക്കാണ്. ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതൊന്നും എടുത്ത് നടത്താൻ ആരെക്കൊണ്ടും പറ്റത്തില്ലെന്ന് തോന്നുന്നു. കാര്യം അന്നൊക്കെ ഈ കാണുന്നതൊക്കെ ഷോപ്പായിരുന്നു, ഐസ്ക്രീം ഷോപ്പ്, ഫുഡ് കോർട്ട്. അത്യാവശ്യം നല്ലൊരു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 20 രൂപ ഇവിടെ കയറുന്നതിനുണ്ടായിരുന്നു. ഇന്ന് ഈ പാർക്കിൻ്റെ അവസ്ഥ വളരെ ദയനീയം എന്ന് പറയാം. അങ്ങോട്ടും ഉണ്ട് ഗാന്ധിജിയുടെ ആ ഒരു പ്രതിമ. ഈ ഒരു ഭാഗത്താണ്. ഈ പാർക്കിന് എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. വീഡിയോ കാണുന്നവർ ഈ പാർക്കിനെ കുറിച്ച് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എന്താ സംഭവം. എനിക്ക് തോന്നുന്നു ഇത് ടെൻഡറിനൊക്കെ കൊടുത്തിട്ട് ആരും എടുക്കാനില്ലാത്തതാണോ, ആർക്കും ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണോ, അതിന് ഗവൺമെൻറ് ഇത് കൊടുക്കാത്തത് കൊണ്ടാണോ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അറിയാമെന്നുള്ള കൂട്ടുകാരെന്ത് ചെയ്യുക, കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്ന, വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് വീഡിയോ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തടുത്ത നല്ല നല്ല വീഡിയോസുമായി കാണുന്നതായിരിക്കും. അസ്സലാം.